അതാണ് ഒരാളെ കുഴപ്പം പറഞ്ഞത്. മറ്റേ ആളും ചെറിയ വിഷയമൊന്നല്ല, ചെറുതായിട്ട് ആളുകൾക്ക് തോന്നുക. അക്കാന എംഷി ബിൻ നമീമ, മുപ്പർ ജീവിതം തന്നെ അങ്ങനെയാണ്. എന്തിനേയും ഫിത്തയും ഫസാദൊക്കെ ഉണ്ടാകുന്ന വർത്താനം പറഞ്ഞ ജീവിതത്തിൽ ഒരു സുഖാണ്. ഏതെങ്കിലും വിഷയങ്ങളൊക്കെ കൊത്തി വലിച്ചാല് നേരം പോക്കിന് നല്ല സുഖാണ്. അതായിരുന്നു അയാളെ പണി. രണ്ടുപേർക്കും ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് അസ്വാദിഖുൽ മസ്ദൂഖ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളിലേക്ക് നോക്കിയിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയിട്ട് ആ വിഷയം വളരെ കൃത്യമായിട്ടാണ് തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ തോൽപാത്രത്തിന്റെ കഥ എന്താ? ഈ വൃദ്ധയായ മാതാവ് പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനോട് എപ്പോഴും പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു മൂത്രമൊഴിക്കണം. ഒട്ടകം വരെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂത്രത്തിന്റെ തുള്ളി പോകുന്നത് വരെ ശ്വാസം അടക്കി ശ്വാസം വിട്ട് മൂത്രത്തിന്റെ അവസാന തുള്ളിയും ഉറ്റിയിട്ടേ അതിന്റെ വാല് താഴോട്ട് താഴ്ത്തുകയുള്ളൂ. നിങ്ങളെന്താ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ മൂപ്പര് പരിഗണിക്കാറില്ല. രണ്ടാമത്തെ വിഷയം, അതേ മരിച്ച അന്ന് മുതൽ ഖബറിൽ നിന്ന് വിളി തുടങ്ങിയതാണ്, ബൗലുൻ വമാ ബൗൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് വല്യമ്മ പറയാണ്, രണ്ടാമത്തത് തോൽപാത്രമല്ലേ? തോൽപാത്രത്തിന്റെ കഥ എന്താണെന്നറിയോ? ദാഹിച്ച് വലഞ്ഞൊരു മനുഷ്യൻ വീട്ടിൽ വന്നു, ഈ വീട്ടുമുറ്റത്ത്. അപ്പൊ പുറത്തൊരു തോൽപാത്രമുണ്ട്, സാധാരണ വെള്ളം വെക്കുന്ന പാത്രമാണ്. വന്നാള് പറഞ്ഞു, കുറച്ച് വെള്ളം കുടിക്കാൻ തരണേ. അപ്പൊ ആ തോൽപാത്രത്തിൽ നിന്ന് എടുത്തോന്ന് പറഞ്ഞു. തോൽപാത്രം അദ്ദേഹം ഇങ്ങനെ താത്തി നോക്കുമ്പോ അതിൽ വെള്ളമില്ല. വെള്ളമില്ലാത്തത് കണ്ടപ്പോ കുടിക്കാൻ അത്രയും ദാഹിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ വെള്ളം ചോദിക്കുന്നത്. വെള്ളമില്ലാത്ത തോൽപാത്രമാണ് എനിക്ക് കാണിച്ചു തന്നത് എന്ന നിലക്ക് ആ മനുഷ്യൻ വെള്ളം കിട്ടാതെ ഉടൻ അവിടെ വീണ് മരിച്ചുപോയി. വെള്ളം ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാതെ ഇല്ലാത്ത തോൽപാത്രം കാണിച്ചു കൊടുത്തില്ലേ? അതിന്റെ പേരിലാണ് ഖബറിലെത്തിയിട്ട് ഷന്നുൻ വമാഷൻ, തോൽപാത്രം. എന്തൊരു തോൽപാത്രം! തോൽപാത്രത്തിന്റെ കഥ വിളിച്ചു പറയുന്നത് അതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് സംഭവങ്ങളും കണ്ട ശേഷം, അനുഭവിച്ച ശേഷം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലെത്തിയിട്ട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് നിങ്ങൾ യാത്ര പോകരുത്. ഖബർസ്ഥാനിലൂടെ വിശേഷിച്ചും ഒറ്റക്ക് യാത്ര പോകരുത്. പേടിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടേക്കും. കൂടെ ആരെങ്കിലും നിങ്ങൾ കൂട്ടിയേക്കണം. സഹോദരന്മാരെ, ഹുവൈരിസ് എന്ന് പറയുന്ന വലിയ മഹാൻ, ഹുവൈരിസ് ഇബ്നു റബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, ഞാനൊരു പ്രദേശത്തുകൂടെ നടക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിനെ സംബന്ധിച്ച് പ്രത്യേകം കിതാബ് എഴുതിയ മഹാനാണ്. അവരെ കിതാബിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സംഭവമാണ്. ഞാനൊരു പ്രദേശത്തുകൂടെ പോകുമ്പോ ഒരു ഖബറിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മുഖം കത്തിജ്വലിക്കുന്നു. മുഖത്തിന്റെ ഭാഗത്ത് തീജ്വാലകൾ അങ്ങനെ ഉണ്ട്. തലയും കത്തുന്നുണ്ട്. ഇരുമ്പിന്റെ ഒരു കൂട്ടത്തിലായിട്ട് അദ്ദേഹത്തിന്റെ മുഖം മൊത്തം ആവരണം ചെയ്തിരിക്കുന്നത് ഒരു ഇരുമ്പ് കൊണ്ടാണ്. ഇരുമ്പ് കത്തുന്നു, ഇയാളെ തലയും മുഖവും കത്തുന്നു. ഒരു ചെങ്ങലയുടെ ഒരു ഭാഗം അദ്ദേഹം ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോഴേക്ക് അദ്ദേഹത്തെ ഉള്ളിലേക്ക് വലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പുറത്തേക്ക് അയാള് തല വെളിവാക്കുമ്പോഴേക്ക് വലി ഉള്ളിലേക്ക് വരുന്നു. പിന്നെയും ഉള്ളിലേക്ക് പോകുന്നു. പിന്നെയും പുറത്തേക്ക് വരുന്നു. മുഖവും തലഭാഗവും കത്തുന്നുണ്ട്. എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പിറ്റേന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. നിങ്ങൾ വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രദേശത്ത് പഴമക്കാരായ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അവരോട് ചോദിച്ചാൽ അറിയാം ഈ ഖബറാളി ആരാണെന്ന്. അങ്ങോട്ട് ആളെ വിട്ടു. ഹുവൈരിസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വിട്ടു. ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം പഴമക്കാരായ ആളുകൾ വന്നു. വന്നിട്ടവര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഹാദാ റജുലുൻ മിൻ ബനി ഗിഫാർ. ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് തലയും മുഖവും കത്തുന്ന വ്യക്തിയില്ലേ, ബനു ഗിഫാർ ഗോത്രത്തിൽപ്പെട്ടൊരു മനുഷ്യനാണ്.
മാത്തഫിൽ ജാഹിലിയത്തി, ഇന്നൊന്നും മരിച്ചതല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ മരിച്ചതാണ്. വലം യകുൻ യറാ ലില്ലൈഫി ഹഖ്ഖാ, ഏത് അതിഥി വന്നാലും ഒന്നും കൊടുത്ത് സൽക്കരിക്കൂല. അതിഥികൾക്കൊരു ബാധ്യതയും കാണാത്ത ആളാണ്. വീട്ടിൽ വന്നാലും കുടുംബത്തിൽ വന്നാലും അതിഥികൾക്ക് സൽക്കാരമുണ്ടല്ലോ, അവർക്ക് ബാധ്യതയുണ്ടല്ലോ മനുഷ്യന്. ആ ബാധ്യത നിറവേറ്റാത്ത ആളാണ്. അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ ഏതാണ്? സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഖബറിന്റെ ഉള്ളിൽ വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കണ്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ ഖബറിന്റെ ഉള്ളിൽ 100 അടി അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു അദ്ദേഹത്തെ 100 അടി അടിക്കണം. അടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴൊക്കെ ഈ മനുഷ്യൻ പറയുന്നു, എന്നെ അടിക്കരുത്, ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് എടുത്ത ആളാണ്, ഞാൻ നിസ്കരിച്ച ആളാണ്, ഞാൻ അത് ചെയ്ത ആളാണ്, ഇത് ചെയ്ത ആളാണ്. പലതും താഴ്മയോടെ പറയും. അങ്ങനെ അവര് മലക്കുകൾ അടിയുടെ എണ്ണം ഇങ്ങനെ ചുരുക്കി ചുരുക്കി ഒരൊറ്റ അടിയാക്കി മാറ്റി. ഖബറിന്റെ ഉള്ളിലുള്ള ഒരു അടിയാണ്. ഒരൊറ്റ അടി അദ്ദേഹത്തെ അടിച്ചപ്പോ ഖബറാളി മുഴുവനും തീ കൊണ്ട് നിറഞ്ഞുപോയി. കാരണം മലക്കുകളുടെ കയ്യിലുള്ള ദണ്ട് മഖാമി മിന്നാർ, തീ കൊണ്ട് നിർമ്മിതമായ ദണ്ടുകളാണ്. തീ കൊണ്ട് നിർമ്മിതമായ ദണ്ടുകളാണ്. അതുകൊണ്ട് അടിച്ചാല് തീ കത്തിപ്പോകും. ദുനിയാവിൽ നമ്മൾ കാണുന്ന സാധാരണ ബോംബുകളല്ലത്, സാധാരണ സ്ഫോടനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ച് സംവിധാനിച്ചതാണ് ഖബർ ശിക്ഷയ്ക്ക് വേണ്ടി. ഒരൊറ്റ അടി ആ മനുഷ്യനെ അടിച്ചപ്പോഴേക്ക് ഖബർ മുഴുവനും തീ കൊണ്ട് നിറഞ്ഞുപോയി. അദ്ദേഹം ബോധം കെട്ടു വീണു. ബോധം തെളിഞ്ഞ സമയത്ത് ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ അടിക്കുന്നത്? ആ സമയത്ത് മലക്കുകളെ മറുപടി, ഇന്നക സ്വല്ലൈത സ്വലാതൻ ബിഗൈരി തഹൂർ, ശരിയായ വുളു എടുക്കാതെ ഒരു നിസ്കാരം നീ നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റ നിസ്കാരം, കുറയൊന്നുമില്ല. ശരിയായ വുളു എടുക്കാതെ ഒറ്റ നിസ്കാരം നീ നിസ്കരിച്ചിട്ടുണ്ട്. അതിനാണ് ഈ തന്ന ഒരടി. മാത്രല്ല മർദ്ദിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് നീ അദ്ദേഹത്തെ സഹായിക്കാൻ തുനിഞ്ഞില്ല. മർദ്ദിതനെ കണ്ടാൽ സഹായിക്കണ്ടേ? നിന്നോട് സഹായം ചോദിച്ചിട്ടും നീ സഹായിച്ചില്ല. അത് ക്രൂരതയല്ലേ നീ ആ ചെയ്തത്? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ ശിക്ഷ തന്നത് എന്ന് മലക്കുകൾ മറുപടി പറയുകയാണ്. സഹോദരങ്ങളെ, ചെറിയ ഒരു സംഗതിയല്ല. ഖബറിന്റെ ഉള്ളിലുള്ള ശിക്ഷ വലിയ സംഗതിയാണ്. അത് എല്ലാ വിഷയത്തിനും